നിങ്ങൾ വളരെ സുരക്ഷിതത്വമുള്ള ഒരു അക്കൗണ്ടിൽ കുറച്ച് പണം നിക്ഷേപിക്കുകയും അത് മൂന്നിരട്ടിയായി വർദ്ധിക്കുകയും യാതൊരുവിധ ടാക്സും അതിന് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ് എന്ന് കരുതുക. അതായിരിക്കും മിക്കവാറും ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. 8.2% എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് റിട്ടേൺ തരുന്ന ഒരു പ്രോഡക്റ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ 100% സെക്യൂരിറ്റിയിൽ നമ്മൾക്ക് നിക്ഷേപിക്കുകയും നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ഒരാൾ പോസ്റ്റ് ഓഫീസിലെ ഈ അക്കൗണ്ടിൽ പ്രതിമാസം 1000 രൂപ നിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. 15 വർഷത്തേക്കാണ് അദ്ദേഹം നിക്ഷേപിക്കേണ്ടത്. ഒരു വർഷം 12,000 രൂപ, 1000 രൂപ വെച്ച് മാസം നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ 12,000 രൂപ. 15 വർഷത്തിൽ നിക്ഷേപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ നിക്ഷേപിക്കുന്നത് 1,80,000 രൂപ. ഇപ്പോഴത്തെ ഈ ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 8.2%. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ്. കാലാകാലങ്ങളിൽ അതിന് മാറ്റം വന്നേക്കാം. ഇപ്പോഴത്തെ ഈ 8.2% എന്ന് പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് 21 വർഷം കഴിയുമ്പോൾ ഓരോ വർഷവും കോമ്പൗണ്ട് ചെയ്യുന്ന, ഓരോ വർഷവും കൂട്ടുപലിശ നിരക്കിൽ തുക കണക്കാക്കി വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച 1,80,000 രൂപ 5,54,206 രൂപയായിട്ട് വർദ്ധിക്കും. നമ്മളുടെ 1.80 5.54 വർദ്ധിച്ചു എന്നർത്ഥം. അതായത് 3 ഇരട്ടിയോളം തുക നമുക്ക് കിട്ടി. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഇത് ഒരു എക്സാക്ട് മെച്യൂരിറ്റി എമൗണ്ട് അല്ല. ഇപ്പോഴത്തെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു എമൗണ്ടാണ്. ഇതിൽ നിന്ന് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. അത് 3 മാസം കൂടുമ്പോൾ പോസ്റ്റ് ഓഫീസിലുള്ള നിക്ഷേപങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഡെപ്പോസിറ്റിൽ ഒരാൾക്ക് ഒരു വർഷം ഇടാൻ സാധിക്കുന്ന മാക്സിമം എമൗണ്ട് 1.5 ലക്ഷം രൂപയാണ്. നിങ്ങൾ 1.5 ലക്ഷം രൂപയാണ് ഈ സ്കീമിൽ 15 വർഷത്തേക്ക് നിങ്ങൾ നിക്ഷേപിച്ചു കൊണ്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആകെ നിക്ഷേപം 22.5 ലക്ഷം രൂപയും നിങ്ങൾക്ക് 69,27,000 രൂപ ബെനിഫിറ്റായിട്ട് കിട്ടുകയും ചെയ്യും. 22.5 ലക്ഷം 69.5 ലക്ഷത്തിനടുത്ത് ആയിട്ട് വർദ്ധിക്കും എന്നർത്ഥം. അതായത് ഞാൻ വീഡിയോയുടെ തംബ്നെയിലിൽ ക്ലെയിം ചെയ്ത പോലെ 3 ഇരട്ടിയിലധികം നേട്ടം ഈ നിക്ഷേപത്തിനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഏത് സ്കീമിനെ പറ്റിയിട്ടാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ഈ സ്കീമിനെ പറ്റിയിട്ട് കൂടുതൽ നമുക്കറിയാം. ഈ സ്കീമിൽ നിക്ഷേപിക്കുന്നത് മാതാപിതാക്കൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാലാവധി 21 വർഷമാണ് എന്നുണ്ടെങ്കിലും 15 വർഷം മാത്രം നമ്മൾ നിക്ഷേപിച്ചാൽ മതി. അടുത്ത 6 വർഷം അത് നമ്മൾക്ക് വേണ്ടി കോമ്പൗണ്ട് ചെയ്ത് വളർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇത് പെൺകുട്ടികളുടെ പേരിൽ മാത്രം ചേരാൻ പറ്റുന്നൊരു സ്കീമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഏത് സ്കീമിനെ പറ്റിയാണ്? സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമിനെ പറ്റിയാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് അതുവരെ നിക്ഷേപിച്ചിട്ടുള്ള തുകയുടെ 50% നമുക്ക് തിരികെ എടുക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ 8 വയസ്സായ ഈ കുട്ടിക്ക് വേണ്ടി നിക്ഷേപിച്ചുകൊണ്ടിരുന്ന ആൾ 18 വയസ്സാകുമ്പോൾ 1.5 ലക്ഷം രൂപ വെച്ച് നിക്ഷേപിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ അതിൽ നിക്ഷേപം വന്നിട്ടുണ്ടാവും അല്ലേ? ആ 15 ലക്ഷത്തിൻ്റെ 7.5 ലക്ഷം, പകുതിയായിട്ടുള്ള 7.5 ലക്ഷം നമുക്ക് ആ സമയത്ത് വിഡ്രോ ചെയ്യാം. എന്തിനു വേണ്ടി? കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി. ബാക്കി 7.5 ലക്ഷം അവിടെ കോമ്പൗണ്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കോളും. ആ മുന്നോട്ട് പോകുന്ന തുക 21 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഡെപ്പോസിറ്റ് ചേർന്ന് 21 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ടുള്ള ആ വലിയ തുകയിലേക്ക് എത്തുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, മുൻകൂറായിട്ട് പിൻവലിക്കുന്ന തുക കോമ്പൗണ്ട് ചെയ്യില്ല. അത് നമ്മൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് മാത്രമാണ് കോമ്പൗണ്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള ഈ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് അല്ലെങ്കിൽ SSY അക്കൗണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ്. ഇത് പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലുമൊക്കെ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ആളുകളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ഭാവി കാര്യങ്ങൾക്കുമായിട്ട് ഒരു സേവിങ്സ് ഹാബിറ്റ് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലോഗൻ്റെ ബേസിൽ
സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്കീമാണ് ഈ സുകന്യ സമൃദ്ധി യോജന. ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക്, മാതാവോ പിതാവോ ഇന്ത്യൻ റെസിഡൻ്റ് ആയാൽ മതി, ആ കുട്ടികൾക്ക് അക്കൗണ്ട് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ പൊതുമേഖലാ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിലോ ഓപ്പൺ ചെയ്യാം. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വീട്ടിൽ നിന്ന് മാക്സിമം 2 അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. 2 പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ആദ്യത്തെ പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഉണ്ടായത് 2 പെൺകുട്ടികളാണ് അല്ലെങ്കിൽ ഇരട്ട കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർ 2 പേരുടെ പേരിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ ടോട്ടൽ 3 അക്കൗണ്ട് ആവാം. കുട്ടിക്ക് 10 വയസ്സോ അതിൽ താഴെയോ പ്രായമായിരിക്കണം. അതായത് കുട്ടി ജനിച്ചത് മുതൽ 10 വയസ്സ് വരെയാണ് ഈ അക്കൗണ്ടിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. 250 രൂപ വെച്ച് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ കഴിവിനനുസരിച്ച് 50 രൂപയോ അതിൻ്റെ ഗുണിതങ്ങളായോ നിക്ഷേപിക്കുക. 50, 100, 150 അങ്ങനെ ഒരു വർഷം 1,50,000 രൂപ വരെ നിക്ഷേപിക്കാം. പല തവണകളായി നിക്ഷേപിച്ചാലും 1.5 ലക്ഷം രൂപ വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ഏപ്രിൽ 1 മുതൽ തൊട്ടടുത്ത മാർച്ച് 31 വരെയുള്ള ആ ഒരു വർഷക്കാലം നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഡെപ്പോസിറ്റ് 15 വർഷമാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ബാക്കി 6 വർഷം അത് ഹോൾഡ് ചെയ്തുകൊണ്ട് 21ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എമൗണ്ട് തിരികെ കിട്ടുന്നത്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 8.2% ഈ സമയത്ത്, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാ 3 മാസം കൂടുമ്പോൾ റിവൈസ് ചെയ്യുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ ആ ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ചാണ് നമുക്ക് പലിശ കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ വർഷം 8.2 ആണ്, അടുത്ത വർഷം 8.5 ആണെങ്കിൽ അടുത്ത വർഷം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് 8.5, ഈ വർഷത്തേതിന് 8.2 ആണ് ലഭിക്കുക. നമ്മളെപ്പോഴും ഈ അക്കൗണ്ടുകൾക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ മാസവും 5-ാം തീയതിക്കും ലാസ്റ്റ് ഡേ ഓഫ് മന്തിനും ഇടയ്ക്കുള്ള മിനിമം ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരാൾ ഒരു മാസത്തിൻ്റെ 3-ാം തീയതി 10,000 രൂപ ഇട്ടു, 7-ാം തീയതി 20,000 രൂപ വീണ്ടും ഇട്ടു, അപ്പോൾ ടോട്ടൽ 30,000 28-ാം തീയതി വീണ്ടും ഒരു 20,000 രൂപ ഇട്ട് 50,000 ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയ്ക്കുള്ള മിനിമം ബാലൻസ്, അതായത് ഈ കേസിൽ 10,000 രൂപയ്ക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. തൊട്ടടുത്ത മാസം ഈ 50,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ഓരോ മാസത്തെയും മിനിമം ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും ആ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ്, എല്ലാ വർഷവും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് നമ്മളുടെ മുതലിനോട് കൂടി കൂട്ടി കോമ്പൗണ്ട് ചെയ്ത്, ആനുവലി കോമ്പൗണ്ട് ചെയ്തുകൊണ്ടാണ് ഈ തുക വളർന്നുകൊണ്ട് പോകുന്നത്. സുകന്യ സമൃദ്ധി യോജനയുടെ കാലാവധി 21 വർഷമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 15 വർഷം മാത്രം ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചാൽ മതി. അടുത്ത 6 വർഷം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോമ്പൗണ്ട് ചെയ്ത് മുന്നേറി പോവുകയാണ് പതിവ്. പ്രീമച്വർ ക്ലോസിങ് വളരെ സ്പെഷ്യൽ സിറ്റുവേഷനുകളിൽ അലൗഡ് ആണ്. ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞതിന് ശേഷം കുട്ടിയുടെ വിദ്യാഭ്യാസം, വിവാഹ ആവശ്യങ്ങൾക്കുമായിട്ട് പ്രീമച്വർ വിഡ്രോവൽ സ്പെഷ്യൽ സിറ്റുവേഷനുകളിൽ അവൈലബിൾ ആണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പാർഷ്യൽ വിഡ്രോവൽ നമ്മൾ അടച്ച തുകയുടെ 50% വരെ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞതിന് ശേഷം 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യങ്ങൾക്കായിട്ട് 50% പണം പിൻവലിക്കാം. 21 വർഷത്തിന് ശേഷം ഈ അക്കൗണ്ട് മെച്യൂർ ആവുകയും ഈ കുട്ടിക്ക് ഈ പൈസ കിട്ടുകയാണ് പതിവ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് കുട്ടിയുടെ പാരൻസോ ഗാർഡിയൻസോ ആണ് എന്നുണ്ടെങ്കിലും അക്കൗണ്ട് ക്ലോസ് ആകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് കുട്ടിക്കാണ്, കുട്ടിയുടെ അക്കൗണ്ടിലാണ് എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് ഞാൻ മുൻപ് പറഞ്ഞു, ടാക്സ് വളരെ ലിബറലായിട്ടുള്ള ടാക്സ് പ്രൊവിഷൻസ് ഉള്ള ഒരു സ്കീമാണ് ഇതെന്ന് പറഞ്ഞു. അതായത് ഒരു ടാക്സും കൊടുക്കേണ്ടതില്ലാത്ത ഒരു അക്കൗണ്ടാണ് ഈ സുകന്യ സമൃദ്ധി യോജന. എക്സെപ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ഈ സ്കീമിൽ നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് ഓരോ വർഷവും 1.5 ലക്ഷം രൂപ വരെ ടാക്സ് കിഴിവിന് അർഹതയുണ്ട്. ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് ചെയ്തു വരുന്ന ഈ ഇൻട്രസ്റ്റ് അതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. അതുപോലെ
ഈ പണം പിൻവലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിനോ പ്രിൻസിപ്പലിനോ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. അതായത് നിക്ഷേപിക്കുമ്പോഴും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും പണം പിൻവലിക്കുമ്പോഴും ഒന്നും തന്നെ ഇതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. സാധാരണ ആളുകളുടെ ഒരു റെഗുലർ സേവിങ്സ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായിട്ട് നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ വളരെ മികച്ച ടാക്സ് ബെനിഫിറ്റോടുകൂടി ഒരു കോമ്പൗണ്ടിങ് രീതിയിൽ ഒരു ലോങ് ടേമിലേക്ക് വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഈ മുൻപ് പറഞ്ഞ പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടിയോ അതിൽ കൂടുതലോ ഒക്കെ നമുക്ക് കിട്ടുന്നതിനുള്ള ഒരു സ്കീമാണ് ഇത്. ഒരു ലോങ് ടേം ലക്ഷ്യത്തിനായിട്ട് ചെറിയൊരു തുകയെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായിട്ട് ഈ സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുണമുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എപ്പോഴും നമ്മുടെ മൊത്തം സേവിങ്സും ഇത്തരം അക്കൗണ്ടുകളിൽ ഇടുന്നത് അത്ര നന്നാവില്ല. 8.2 എന്നുള്ളത് നമ്മുടെ ഇൻഫ്ലേഷനേക്കാൾ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിനേക്കാൾ കുറച്ച് കൂടിയ ഒരു തുക മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ട് ഈ അക്കൗണ്ടിലും മറ്റൊരു പാർട്ട് മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള നിക്ഷേപങ്ങളും ചെയ്യുന്നത് നന്നായിരിക്കും. മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.